തമിഴ്നാട്ടിൽ പുതുചരിത്രമെഴുതി ഇളയ ദളപതി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആണ്ടവൻ മീതെ ആണയിട്ടായിരുന്നു സിനിമാ സ്റ്റൈലിൽ വിജയുടെ സത്യപ്രതിജ്ഞ. പൊതുഭരണവും ആഭ്യന്തരവുമാണ് വിജയ് കൈകാര്യം ചെയ്യുക. രാഹുൽ ഗാന്ധിയും ചടങ്ങിൽ പങ്കെടുത്തു. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். നടി തൃശ ഉൾപ്പെടെ വൻ താരനിരയും സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നു. സെങ്കോട്ടയ്യനും ആദവ് അർജുനയും അടക്കം 9 മന്ത്രിമാരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. ടിവികെ സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളും വിജയ് വേദിയിൽ പ്രഖ്യാപിച്ചു. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, ലഹരി വിരുദ്ധ സ്ത്രീ സുരക്ഷാ സ്ക്വാഡുകളുടെ രൂപീകരണം എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ഖജനാവ് കാലിയാക്കിയെന്ന് DMK സർക്കാരിനെ വിമർശിച്ച വിജയ് തമിഴ്നാടിന് ഇനി പുതുയുഗമെന്നും എന്തും നേരിടാൻ തയ്യാറാണെന്നും പറഞ്ഞു. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்ல. அது உங்களுக்கு நல்லாவே தெரியும். இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா நம்ம ஜெயிச்சிட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. இங்க ஒரே சென்டர் தான் என் தலைமையில் உண்டான சென்டர். இந்த பக்கம் ஒரு சென்டர், இந்த பக்கம் ஒரு பவர் சென்டர், அங்க ஒரு பவர் சென்டர், அதெல்லாம் கிடையவே கிடையாது. இப்பவே சொல்லிடுறேன். வாங்க எல்லாருமா சேர்ந்து ஒரு ஃப்ரெஷ் கவர்னன்ஸ், ஒரு நியூ கவர்னன்ஸ் ஒன்று கொடுப்போம். This is a new beginning, a new era of a real secular social justice starts now. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിജയ് ചുമതലയേറ്റു. അഭിജിത്ത് മുഴക്കുന്നും സായ്കുമാറും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിജിത്തിലേക്കാണ്. അഭിജിത്ത്, ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ യുഗമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് അണികളെ അഭിസംബോധന ചെയ്തത്. വിജയെ സംബന്ധിച്ചിടത്തോളം, തമിഴക രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ യുഗമാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറെക്കാലത്തിന് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം വിരാമമിട്ടുകൊണ്ടാണ് വിജയ് അധികാരത്തിലേക്ക് എത്തുന്നത്. ആദ്യ ദിവസം എങ്ങനെ? മധു, എൻ നെഞ്ചിൽ കുടിയിരിക്കും തമിഴ് മക്കളെ എന്ന് പറഞ്ഞ് പതിവ് ശൈലിയിലാണ് വിജയ് അധികാരമേറ്റതിനു ശേഷം പ്രസംഗം തുടങ്ങിയത്. വലിയൊരു ഉത്തരവാദിത്തം നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഭംഗിയായി ഞാൻ നിറവേറ്റും. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണിത്, നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് വിജയ് പറഞ്ഞു. ഒപ്പം തന്നെ DMKയെ രൂക്ഷമായ ഭാഷയിൽ വിജയ് വിമർശിക്കുകയും ചെയ്തു. ഖജനാവ് കാലിയാണ് എന്നതടക്കമുള്ള വിമർശനം കൂടി വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം തന്നെ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ കൂടി വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ആദ്യം ഒപ്പുവെച്ചതും സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ്. അങ്ങനെ തുടക്കം അതിഗംഭീരം എന്നു തന്നെ പറയണം. രാവിലെ 10 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 8:50 തന്നെ വിജയ് എത്തിയിരുന്നു. അതിനു പിന്നാലെ TVKയിലെ മറ്റ് മന്ത്രിമാരെത്തുന്നു, മറ്റ് MLA മാരെത്തുന്നു, മറ്റ് നേതാക്കൾ എത്തുന്നു, രാഹുൽ ഗാന്ധി എത്തുന്നു. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനൊടുവിലാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യുന്നത്. തൃശ ഉൾപ്പെടെയുള്ള
താരങ്ങളുടെ സാന്നിധ്യവും ഈ ചടങ്ങിന് മിഴിവേകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദൈവനാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും. ഇതിലേറ്റവും പ്രധാനം മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 50 വർഷം, അതായത് അരനൂറ്റാണ്ടോളം നീളുന്ന ദ്രവീഡിയ രാഷ്ട്രീയത്തിനൊടുവിലാണ് ഒരിതര കക്ഷി തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്, അതിന്റെ മുൻനിരയിലേക്ക് എത്തുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യവും പ്രത്യേകതയുള്ള കാര്യവും. അപ്പോഴെങ്ങനെയാണ് വിജയ് ഈ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. TVK കൂടാതെ കോൺഗ്രസും അത് കവിഞ്ഞ് ഇടതു പാർട്ടികളുടെ ഒക്കെ പിന്തുണ കൂടിയാണ് ഏറെ നാൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഗവർണറെ കാണുകയും അങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു അനുമതി അത് ഗവർണറിൽ നിന്ന് ലഭിക്കുകയും ഇന്ന് രാവിലെ 10 മണിക്ക് തമിഴകത്തിന്റെ തലൈവനായി വിജയ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സായി, മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ആദ്യം ഒപ്പുവെച്ച ഗവൺമെന്റ് ഉത്തരവുകൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്നതിന്റെ ഉറപ്പുകൂടിയായി മാറുകയാണ്. സ്ത്രീ സുരക്ഷ, മയക്കുമരുന്നിനെതിരായ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നു. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൂടി പുറത്തിറങ്ങുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ആദ്യമായി അണികളെ അഭിസംബോധന ചെയ്ത സമയത്ത് എനിക്ക് ഇത്തിരി സാവകാശം കൂടി വേണം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനിടയിൽ സ്റ്റാലിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ആദ്യം തന്നെ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന്. എന്താണ് ആദ്യ ദിവസത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, മറുപടികൾ? തീർച്ചയായും അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് വിജയിയുടെ ഒരു ആറാട്ട് തന്നെയാണ് ഇന്ന് തമിഴക രാഷ്ട്രീയവും ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയവും കണ്ടത്. വളരെ വേഗത്തിൽ വെറും 2 വർഷം മാത്രം പ്രായമുള്ള രാഷ്ട്രീയ പാർട്ടി 55 വർഷം പാരമ്പര്യമുള്ള ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ അധികാരമേറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആദ്യ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം തന്നെ നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണദിനം ആരംഭിച്ചിരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി എന്ന പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഇന്ന് ആദ്യമായി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ്, ലഹരി കണ്ടെത്തുന്നതിന് പ്രത്യേക സേന എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം തന്നെ ആദ്യ ദിവസം അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം തമിഴ് ജനതയോട് നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം, 8 കോടി വരുന്ന തമിഴ് ജനത, അതിൽ തന്നെ എതിർക്കുന്നവരുണ്ടാകും, അനുകൂലിക്കുന്നവരുണ്ടാകും, താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും പ്രതിനിധിയാണ്, തനിക്കൊരു വേർതിരിവുണ്ടാകില്ല. അതോടൊപ്പം ഈ മന്ത്രിസഭയിലെ ഈ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അന്തിമ വാക്ക് അത് താൻ തന്നെയായിരിക്കും. തെറ്റ് ചെയ്ത ഒരാളും തൻ്റെ കൂടെ കാണില്ല. അത് മന്ത്രിമാരായാലും MLA മാരായാലും തെറ്റ് ചെയ്യുന്ന ഒരാളും തൻ്റെ മന്ത്രിസഭയിൽ തൻ്റെ കൂടെ കാണില്ല എന്ന ഒരു ഉറപ്പുകൂടി അദ്ദേഹം ഇന്ന് തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വലിയ ഹർഷാരവത്തോടു കൂടിയാണ് ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ വലിയൊരു വാക്പോരിനും തമിഴ് രാഷ്ട്രീയം വേദിയാകുന്നു. DMK സർക്കാരിനെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാണ് ആദ്യ പ്രസംഗം അദ്ദേഹം നടത്തിയത്. കാലിയായ ഒരു ഖജനാവാണ്, 10 ലക്ഷം കോടി കടബാധ്യതയാണ്, അതുകൊണ്ട് തനിക്ക് കുറച്ച് സമയം വേണം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം പുറത്തിറക്കും എന്ന് വിജയ് പറയുന്നുണ്ട്. ഉടനടി തന്നെ അതിന് സ്റ്റാലിന്റെ ഒരു മറുപടി എത്തുകയാണ്. അദ്ദേഹം വിജയ്ക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, കോവിഡും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച കേന്ദ്ര നയങ്ങളെ എതിരിടേണ്ടി വന്ന ഒരു സർക്കാരാണിത്. ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു കടം ഈ സർക്കാർ എടുത്തിട്ടില്ല. താങ്കൾ ആദ്യ ദിവസം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന ഒരു ആവശ്യം കൂടി സ്റ്റാലിൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകിയത്.